മറിയാമ്മ എടീന്റെ തുണി ഉപ്പായം കണ്ടക്കണ അത് എവിടെ വെച്ചു എന്നൊരു പുറത്തുമില്ലല്ലോ. അതല്ല മനസ്സാങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട്. ഞാനത് ഇന്നലെ വെച്ചതാണ്, ചോർമ്മയില്ലടി. കൊല്ല് നമ്മളെ അത് പെടുന്നു. നിങ്ങൾക്ക് എവിടെ നിന്ന് പണി? എടി ഞമ്മളെ മേലിയിലെ സുബൈദല്ലേ, ഓളോടെയാണ് ഒരു 100 തേങ്ങ പൊളിച്ചാൻ പറഞ്ഞു. പറയുമ്പോ എങ്ങനെ ബെജ്ജാന്ന് പറയാ. നിങ്ങൾ ഉച്ചക്ക് കഞ്ഞിക്ക് വരുന്ന് ഞാൻ ചക്കക്കൂരും കയ്പങ്ങും കൂടി കൂട്ടാൻ വെക്കാൻ വെച്ചിരുന്നു. നിങ്ങൾക്ക് വലിയ ഇഷ്ടമാണല്ലോ അത്. എടി അത് ഉച്ചയാകുമ്പോഴത്തേനും കഴിയൂല, 100 തേങ്ങ അല്ലേ, നാളെ ഉച്ചയാകുമ്പോഴത്തേനേ കഴിയുള്ളൂ. ചക്കക്കൂരും കയ്പങ്ങ വെച്ച് നല്ല തൃപ്തിയാണ്. ഈ വൈകുന്നേരത്തേക്ക് വെച്ചാൽ അന്ന് നമുക്ക് വൈകുന്നേരത്തേക്ക് വെക്കാം. ഇതൊക്കെ കുറെ ദിവസമായിക്കണം ഇപ്പൊ തൊഴിലുറപ്പ് ഉണ്ടായിട്ട്. ഇന്നാണെങ്കിൽ തൊഴിലുറപ്പും ഉണ്ട്, എന്നുവെച്ചാ അതിന് പോകാലോ. എനക്ക് ഇന്ന് തൊഴിലുറപ്പിന്റെ പണി ഉണ്ടാ. ഞാനേ പണി കഴിഞ്ഞിട്ടേ എൻ്റെ അടുത്ത് കാണു വരണ്ട്. നമ്മളെ സരസ്വതി പത്മാവതിയൊക്കെ പണിക്ക് വരലുണ്ട്. ഇപ്പൊ എത്ര പോലൊക്കെ ഭർത്താണ്. വരലുണ്ടേ. പത്മാവതി ഇപ്പൊ വരലില്ല, അവളെ പെണ്ണ് പെറ്റെടുക്കണം അവിടെ. ഓലൊക്കെ കണ്ടിട്ട് കൊറേ കാലം. ഇപ്പൊ ഇന്ന് ആരെ തൊടിയിലാണ് പണി? നമ്മളെ കുഞ്ഞമ്മാക്കാന്റെ തൊടിയില്ല, നമ്മളെ കദീജുവിന്റെ. പഠിച്ചോനെ ഓളെ കണ്ടിട്ട് കൊറേ കാലം. എത്ര ഓളൊക്കെ ഭർത്താനം? നല്ല ഭർത്താനൊക്കെ തന്നെയാണ്. നിങ്ങൾ എപ്പോഴും ചോദിച്ചല്ലുണ്ട്. കഴിഞ്ഞ മേനൊക്കെ ഓളെ കേറ്റില് പൂച്ച ചാടിയിരുന്നു. ഞാനത് കൊട്ടിട്ട് എടുത്തു കൊടുത്തത്. അതിന് ശേഷം വലിയ തീർപ്പില്ല എന്നോട്. ഇനി എന്നാ വേഗം പോയിക്കോളി. ഇനി കണ്ടവരോടൊക്കെ ഭർത്താനം പറഞ്ഞോണ്ടിരിക്കണ്ട. എന്നാ ഞാൻ പോട്ടടി. ബാതിലൊക്കെ നല്ല അടച്ചാണ്ടിട്ടാ, കള്ളന്മാരെ ശല്യം നല്ലോണം ഉണ്ട് എന്ന് പറഞ്ഞു. അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തവക്കൽതു അലല്ലാഹ്. അല്ല നിങ്ങളിപ്പോ എവിടുക്ക പോണു? എന്താടി സാധനം എന്തെങ്കിലും കൊണ്ടുവരാണ്ട എനിക്ക്? ഞാൻ പീടിയന്റെ അടുക്ക് പോവാണ്. വലിയ സാധനങ്ങളൊന്നും ഇപ്പൊ വേണ്ട, കൂട്ടാനൊന്നുമില്ല. മീനേറ്റ കിട്ടുവോ? ആ മീൻകാരൻ ചെക്കപ്പ് ഇങ്ങോട്ട് വരലൂല്ല. മീൻകാരൻ ചെക്കപ്പ് ഇങ്ങോട്ട് വരൂല. അപ്പൊ ഈ മീനെ പാറ്റണ കാലാവുമ്പോ മീൻ പിടിച്ചാൻ പാടില്ലല്ലോ. അപ്പൊ അങ്ങനത്തെ എന്തോ സംഗതിയാണ് ഇപ്പൊ കടലില്. ഇപ്പൊ വരണ്ട മീനൊക്കെ ഈ ഐസ് കട്ടാക്കിക്കാണ്ട് വരേണ്ടതാണ്. മാണെങ്കിൽ കൊണ്ടുവരാ. ആ ഒരു ഉണക്കലിയും തിന്നേണ്ട രുചിയുള്ളൂ. അത് ചാതും കൊണില്ലെങ്കിലേ നിങ്ങൾ ഉണക്കലീനേറ്റ് ഉണ്ടോ നോക്കിയാ സീരിന്റെ അവിടെ. ഉണക്കലിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അതും ഇല്ല നബീസോ. ഇന്നലെ ഇപ്പൊ ഞാൻ ഉള്ളി തക്കാളി സീതിന്റെ അവിടെ നിന്ന് മേടിച്ചപ്പോഴേ ആ മേശപ്പുറത്തുണ്ട് ഒരു മഞ്ഞ കളറായ തളി മാത്രം, വേറെ എത്തുമില്ല. ഈ പച്ചയും കിട്ടിയിട്ടാ ഉണക്കലാക്കണ്ടേ, അപ്പോഴല്ലേ ഉണക്കലീനും ഉണ്ടാവുള്ളൂ. ഞങ്ങൾ അതും ഇല്ലെങ്കിലും ഒന്നും കൊണ്ടണ്ട. പിന്നെ നമ്മളെ തേങ്ങ ഉണ്ടല്ലോ പൊളിച്ചാന്, ആരേലും കിട്ടുമെന്ന് നോക്കോണ്ടി. നമുക്ക് അത് വിൽക്കാലോ, അത് മുളക്കണുണ്ട്. ഇന്നലെ ഞാൻ പേപ്പർ വായിച്ചപ്പോഴേ തേങ്ങക്ക് ദിവസം വില കുറയാണ്. എന്തിനാ അത് ഇങ്ങനെ ഇട്ടുക്കണു, വെറുതെ കാര്യമൊന്നും ഇല്ലാതെ. ഞാൻ 2 ദിവസം മുന്നേ നമ്മളെ മൈമീനെ കണ്ടപ്പോ പറഞ്ഞിരുന്നു തേങ്ങ ഒളിച്ചാൻ വരാൻ വേണ്ടിട്ട്. ഓൻ വരുമോ ഇക്കാരം, വില കുറയുണ്ട്. അതും ഞാൻ ഓനോട് പറഞ്ഞേക്കണു. ഓൻ വേറെ എവിടെയൊക്കെ ചെറിയ പണിയുണ്ട് എന്നൊക്കെ പറഞ്ഞു എന്നോട്. നല്ല ആളെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ആ മൈമീനെ. ഓരേ 400 തേങ്ങ ഉണ്ട്, അത് 4 ദിവസം വെച്ചിട്ടാണ് ഓൻ പൊളിച്ചു. എന്നാലാണെങ്കിലോ ഓൻ വന്നാലേ നാട്ടിലുള്ള പെണ്ണുങ്ങളെ കാര്യങ്ങൾ മുഴുവൻ ചോദിച്ചറിയും. പേറ്റിനിടുന്നതും പെറ്റതും കല്യാണം ഉള്ളതും എല്ലാ കാര്യവും ഓൻ ചോദിച്ചറിഞ്ഞും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഓന് കിള്ളും കീറിയൊക്കെ ചോദിച്ചറിഞ്ഞാലേ ആളൊരു ശുദ്ധനാണ്, പാവുമാണ്. ഓനിങ്ങനെ ചെറിയ 100 തേങ്ങ അല്ലെ എവിടെയെങ്കിലും പുല്ലറച്ചുണ്ടെങ്കിൽ അങ്ങനത്തിനൊക്കെ ഓൻ പോകേണ്ടത്. വെജാത്തൊരു മനുഷ്യനാണ്. അപ്പൊ ഓനെ വിളിച്ചിക്കാണ്ട് ഓന് 10 രൂപ എടുത്ത് അമ്മക്കൊരു സന്തോഷമല്ലേ വെച്ചിട്ടാണ് ഞാൻ ഓനെ വിളിച്ചിട്ടത്. പിന്നെ ഓ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയും. അത് എല്ലായിടത്തും ചെന്നാലും അങ്ങനെ തന്നെ. ഓ ഈ പെണ്ണുങ്ങളെ കാര്യങ്ങളാണ് ഓന് കൂടുതൽ അറിയേണ്ടത്. ആണുങ്ങളേറ്റവും ഓനൊരു ബന്ധം കുറവാണ്. എന്നാ മഹമ്മദാണെങ്കിൽ മഹമ്മദ് ആരേലും വന്നിക്കാണ്ടാവുന്ന പൊളിച്ചിട്ടിയെങ്കില് ആ കോഴിക്കുട്ടിയിലാണ് ആ ഇട്ടിട്ടുണ്ട്. പാമ്പാളായിട്ട് വന്ന് നിറഞ്ഞിക്കണ നാവായിച്ച് പേടിയാണ് എടുത്തിടാന്. ഞാൻ ഓനെ കണ്ടാ പറയാ. ഞാൻ പോട്ടെന്നാല്. ഞാനിപ്പോ മീനൊന്നും കൊട്ടണം ചേട്ടോ. അനക്ക് വരിക്കണോ? ബോസ് വിളിച്ചിരുന്നു, കൊടുവള്ളിയിലൊരു കൊട്ടേഷൻ എന്ന് പറഞ്ഞ്. എന്ത് ചെയ്യണ്ടേ? അതെന്താ, സ്വർണ്ണാണോ? എന്താന്നും പറഞ്ഞില്ല. നിങ്ങൾ രണ്ടാളോടും ചോദിച്ചിട്ട് ഒരു തീരുമാനം എടുക്കാച്ചിട്ട് ഞാൻ. പൊടിയാണെങ്കിലേ ഇപ്പൊ നടക്കൂല, വലിയ സീനാണ്. ആ കേസ് ഇഷ്ടം പോലെ നമുക്ക് കിട്ടാണ്ട്. സ്വർണ്ണാണെങ്കിൽ നമുക്ക് നോക്കാം. നമ്മളെ ബോസ് ആകുമ്പോ പൊടിയാവൂല, കാരണം സ്വർണ്ണായിരിക്കും. ഇപ്പൊ നല്ല ചാട്ടം തുടങ്ങിയിരിക്കും. ഏതായാലും ഞാൻ ഏറ്റെടുക്കാട്ടോ, ഞമ്മക്കായാലും വർക്ക് കമ്മിയല്ലേ. നൗഷാദേ, വണ്ടി ജോഡിക്കണ്ടേ കൂട്ടാ. ആ പരിപാടിക്ക് നിങ്ങൾ എന്നെ കാക്കണ്ടോ, ഞാൻ ഉണ്ടാവൂല. അല്ലാത്ത വല്ല ട്രിപ്പ് ഉണ്ട് നിങ്ങൾ പറയോണ്ട്, അതിന് ഞാൻ പോയിക്കോണ്ട്. ഓന് വണ്ടി ഓട്ടാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഓട്ടിക്കൊണ്ട് തമ്മിയ. എവിടെയാണ് പറഞ്ഞ ചായ? എത്ര നേരമായി ചായ വെക്കാൻ തുടങ്ങിയിട്ട്? 1/2 മണിക്കൂറിലേറായി നമ്മള് ചായക്ക് വന്നിട്ട്. ഓന് അവിടെ അങ്ങനെ കച്ചവടം നടത്താൻ നമ്മള് പൈസ കൊടുക്കാന് എളുപ്പം നോക്കേ. ബോസിന്റെ വർക്ക് സ്വർണ്ണാണെങ്കിൽ ആ കണ്ണിയാളെ മൊത്തം തൂക്കേണ്ടി വരും.
എവിടെ നമ്മൾ കൊണ്ടുപോയിട്ട് കൊണ്ടുവരേണ്ട കാര്യത്തിലൊന്നും ബേജാറാണ്ടാന്ന് ഉമ്മറാജിന്റെ പന്നിപ്പാമ്പ് കാലിയായി കിടക്കല്ലേ അവിടെ കൊണ്ടുവരണമെന്ന് ഒരു 4 ദിവസത്തിനല്ലേ. ഇപ്പൊ തരട്ടെ, നമുക്ക് 4 പൊടിച്ചായല്ലേ, വെള്ളം ഒന്ന് ചൂടായിക്കാട്ടെ. ഇപ്പൊ തരട്ടെ, വേ നോക്കി തരള ഇപ്പൊ നോക്കി തീരെ നേരല്ല, വേ നോക്കി. പിന്നെ ബേക്കിലെ ആൾക്കാരുണ്ട്, നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. ഇത് ശരിയല്ല. മജിദ ചായ അങ്ങോട്ട് എടുത്തട്ടാ. എന്നാലും എന്റെ പേരന്റെ അവിടുന്ന് രാത്രി മണ്ണടിച്ചിട്ടുണ്ടല്ലോ സംസു. ആരെ കുന്നാ അടിച്ചിട്ട്? അതടാ നമ്മളെ ഇറച്ചിക്കാരമായി മുട്ടിയാക്കാൻ്റെ ആ മലമന്ന് മണ്ണെടുക്കാണ്. ഈ ഇറച്ചിക്കാരമായ മുട്ടിയാ ഓരോ അങ്ങനെ മുട്ടാൻ പറ്റൂല, കായ് അങ്ങനെ ഞമ്മക്ക്. എടാ നമ്മളെ മായമാക്കാരുണ്ടല്ലോ, കുറച്ചേരം ഇവിടെ ഇരിക്കണ്ടേ? പോവാണ്, പണിയുണ്ട്. അല്ലല്ല ഇവിടെ ഇരിക്കും. അല്ല ഞാൻ ഇരിക്കല്ല. അല്ല അത് കഴിഞ്ഞിട്ട് പോവാൻ. അല്ല മായമാക്ക എവിടെ നിന്ന് പണി? നമ്മളാ ഇല്ലപ്പേരല്ലേ അവിടെ അടിച്ച് തുറക്കാനും പിന്നെ പുല്ല് വെച്ചാനൊക്കെ ഉണ്ട്. അതൊക്കെ എന്നാൽ കഴിച്ചേക്കണം. ഇനിയിപ്പോ പുല്ല് വെച്ചാനുള്ളൂ. ഞാൻ നിങ്ങളെ ഇക്കളിപ്പെടുത്തൊന്നുമില്ല. നിങ്ങളെ ആ ബാബുവിന്റെ പെണ്ണുങ്ങളില്ലേ, ഓളെ നമ്പർ ഒന്ന് ഒപ്പിച്ചത്. ആ പെണ്ണ് എൻ്റെ ഒപ്പം പഠിച്ചാലേ ആ ഓളിനോട് പറഞ്ഞു നമ്പർ ഓന് കൊടുക്കരുതിട്ടാണ്. എൻ്റെ ഇഷ്ടത്തിൻ്റെ നമ്പർ അത് കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഇഷ്ടമല്ലോ. 4 ദിവസം മുമ്പേ നിങ്ങളെ സെക്യൂരിറ്റി അവിടെ കണ്ടു. എത്ര പരിപാടി? അതെടാ ഒരു പള്ളാളുണ്ടായിരുന്നു. അപ്പോൾ ഓളിനൊരു നാട്ടത്തന്നെ വീറുകൊണ്ടിയായിരുന്നു. അങ്ങനെ പോയതാണ്. ജിന്നെ എവിടുന്നേ കണ്ടു? അല്ല മായമാക്ക, നിങ്ങൾക്ക് ഈ പള്ളാളിനും പേറ്റിനുണ്ടവരും മാത്രമല്ലോ, വേറെ പരിപാടിയൊന്നും നിങ്ങളോട് പറയലില്ലേ? എടാ തേങ്ങ ഒഴിച്ചിന പണിയുണ്ടല്ലോ, അതിനും പോകും ഞാൻ ആരെങ്കിലും പറഞ്ഞാലേ. പിന്നെ പഴയമാതിരി ഇപ്പോൾ ഒത്താച്ചേക്ക് പണിയില്ലല്ലോ, ഇപ്പോൾ ഒക്കെ ആസ്പത്രിയിലല്ലേ. എൻ്റെ അയലോകത്തുണ്ടല്ലോ കുഞ്ഞീതില്ലേ, ആ കുഞ്ഞീതിൻ്റെ പഴയ കാലത്ത് ഓളെ പെണ്ണുങ്ങളെ വലിയ പള്ളയായിരുന്നു. അപ്പോൾ ഇതേമാതിരി നമ്മൾ ഒത്താച്ചി കഥയല്ലേ, കഥ വന്നിക്കാണ്ടേ 5-8 ആകട്ടന്മാരെടുക്കുന്ന പണിയാണ് എടുത്തത്. 2 കുട്ടികളെയുന്നു. ഇപ്പോഴത്തെ ഒത്താച്ചിയൊക്കൊന്നും അതിന് കഴിയൂല. മായമാക്ക നിങ്ങൾ പോയിക്കോളി, വെറുതെ ഇവിടെ ഇരിക്കണമെങ്കിൽ പണിക്ക് നിൽക്കാൻ നേരം പോകും. ഞാൻ പോകട്ടെ മക്കളെ, തിന്നല്ല എൻ്റെ തുണി വിട്ടാളെ പോയിക്കോളി. എടാ മായമാക്കാരെ നമ്മൾ കൊണ്ടുപോയിട്ടേ ഒന്നാണ്ട് പുകപ്പിച്ചാലോ? എന്നാ വൈകുന്നേരം അവളെ ചെറുച്ച അവിടെ ഇരുന്നോ നമ്മളപ്പോ. എടാ അത് ചെറുതിട്ടോ പാവടാ, അയാൾക്ക് ചെറുതായിട്ടൊരു പെൺശൈലി ഉണ്ട് എന്ന് തന്നെ ഉള്ളൂ. ആ ഇന്റെ ചമാരാണുള്ളത്. ഇഞ്ചി എവിടുന്ന പേരുന്നു? ഇവിടെ ആളും മനുഷ്യരൊന്നും പാർക്കണില്ലല്ലോ. എന്താ മേമാക്ക നിങ്ങൾക്കിവിടെ പണി? ഇതൊന്ന് അടിച്ചു കയറി തുടക്കാനും പുല്ലൊക്കെ ഒന്ന് പറിച്ചാനേ ഇന്ന് ഏൽപ്പിച്ചതാണ്. ഏൽപ്പിച്ചിട്ട് കുറേ ദിവസമായിരിക്കും. ഞാൻ ആ പാത്തുമ്മൂൻ്റെ 10 തേങ്ങ ഒഴിച്ചാണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അങ്ങനെ ദിവസം ബാക്കി പുല്ലൊക്കെ കാട് കെട്ടിയിരിക്കും. എന്നാ പിന്നെ ഓർക്ക് ഇതാണ് ബിറ്റൂടെ, നല്ലൊരു പെരയാണുള്ളത്. അയ്യേ ഓലിതൊന്നും വെക്കൂല, ഇത് തറവാടല്ലേ, അറ്റങ്ങൾക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. പിന്നെ ഞാൻ വന്നതേ എൻ്റെ രണ്ടാമത്തൊക്കെ കല്യാണം ശരിയാക്കണ്, നിക്കാവ് വേഗം വേണമെന്ന് പോലെ പറഞ്ഞേക്കണ്. അപ്പം അതിൻ്റെ മുന്നോടിയായിട്ടേ പെരൻ്റെ ചുറ്റോറൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അല്ലാതൊന്നുമില്ല, കുറച്ചുള്ളൂ. ഇന്നത്തെ ഒന്നും ഒഴിവുണ്ടാകുക? പടച്ചോനെ, ഓളെ കെട്ടിച്ചാനായോ? ഞാനും ഒക്കത്തിട്ട് കൊണ്ടു അടിയുന്ന കുട്ടിയാണുള്ളത്. അല്ലടാ, എൻ്റെ മൂത്തോക്ക് ഇപ്പം എത്ര കുട്ടികളുണ്ട്? ഓക്ക് 3 കുട്ടികളുണ്ട്. ഞാൻ നാളെ ജമീലാൻ്റെ അടുക്ക് പണിക്ക് പോകുമ്പോഴേ എൻ്റെ അപ്സത്തിനെ കണ്ടിരുന്നു. അപ്പോൾ ഓളോട് ചോദിച്ചായിരുന്നു ഞാൻ എൻ്റെ പെണ്ണിൻ്റെ വർത്താനം. ഓൾ എന്നോട് പറഞ്ഞു പെണ്ണ് ഇവിടെ പെറ്റിയെടുക്കുന്നുണ്ടെന്ന്. അപ്പോൾ കുട്ടീനെ കാണാൻ നല്ല പൂതിയാണ്. ഞാൻ ആ ജമീലാടക്കേ ധൃതി വെച്ച് പോവുകയായിരുന്നു പണിക്ക്, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞത്. എന്നാ ഞങ്ങളേ ഞാൻ പറഞ്ഞ മാതിരി വരുന്നുണ്ടേ, അപ്പോൾ ഇതിന് കുട്ടികളൊക്കെ വരും. അപ്പോൾ കുട്ടികളെയും കാണും ചോദിച്ചാൽ എന്നാൽ ഞാൻ 2 ദിവസം കൊണ്ടാണ് വരുന്നത്. അനക്ക് ധൃതിയല്ലേ, ഇത് എപ്പോഴും എടുത്തു കൊടുക്കും. എന്താ പൈസ ചോദിച്ചാ എന്താ തരാത്ര മടി? ആരുടെ മോനിനെ ഞാൻ കാച്ചു, മോനിനെ ഞാൻ കാച്ചു, മോനിനെ ഞാൻ കാച്ചും. മിണ്ടത് മിണ്ടിപ്പോര്. എവിടാ ഞങ്ങൾക്ക് തരാറുള്ള പൈസ? ഒന്നും തരൂലടാ, എടുക്കണ പൈസ തരാന്ന് പറഞ്ഞ പൈസ എനിക്ക് തരൂലേ? കൊള്ളും ഞാനാ. 4 ദിവസം ഒന്നും കാത്തിക്കാ.
വണ്ടി എടുക്ക 4 ദിവസം കൊണ്ട് എങ്ങനെ കായ് തന്നില്ലെങ്കിലേ വണ്ടി പൊളിച്ചാണ്ട് ബുക്കും ആലോചിച്ചോ. അമ്മ ആ ഇത് കുടീനായിരുന്നോ? ആ കുടിയിൽ തന്നെയാണ് വരുന്നത്. അളിയാങ്ക പോന്നിട്ടില്ലേ? ഇല്ല അത് പോന്നിട്ടില്ല. അപ്പൊ ഒറ്റക്കാ പോന്നത്? ആ ഞാൻ ഒറ്റക്കേ പോന്നത്. ഞങ്ങള് പെണ്ണുങ്ങൾക്ക് ഇപ്പൊ KSRTC ഇല്ലേ, അതിലാണ് കേറി ഞാന്. നമ്മളെ പഠിക്കാൻ തന്നെ കേറിയപ്പോ ഈ പഠിക്കപ്പെടെ ഇറങ്ങാലോ, അങ്ങനെയാണ് പോന്നു. നിങ്ങൾക്ക് ഇപ്പൊ പെണ്ണുങ്ങൾക്ക് സുഖമായല്ലോ, KSRTC ഫ്രീ ആക്കി. 10 പൈസ ചെലവില്ലാതെ എനിക്ക് ഇനി എല്ലായിടത്തേക്കും നടക്കാലോ. ആങ്ങളുടെ അടുത്തേക്ക് അറിഞ്ഞ് ഇടക്കിടക്ക് ഇനി വിരുന്നും വരാം. അളിയാങ്കാനോട് ഇങ്ങനെ പോരുമ്പോ വണ്ടിക്ക് പൈസ എന്ന് ചോദിച്ചോണ്ട് ആവശ്യമൊന്നും ഇനിക്കല്ലോ. അതന്നെ ഞാൻ പോന്നത്. ഒരു ചക്കക്കാണ്ട് അവിടെ പൊത്തിരിക്കുന്നുണ്ട്, വണ്ടിയെ കൂലി ഒന്നും കൊടുക്കണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണ് പോന്നു. ആ ബസ് തിരിച്ച് 4:30 പോവുണ്ട്. ഇച്ചെന്നായില് പോവും വേണം. ഇന്ന് തന്നെ പോണം മോൻ, 2 ദിവസം കഴിഞ്ഞിട്ടൊക്കെ പോയാ പോരെ. എത്തപ്പോ അവിടെ അത്ര വലിയ അർജന്റ്? എന്ന് പോണടാ, അളിയാക്ക് ഒറ്റക്കല്ലേ. എവിടെയാ സൈനബാ? ഓളെ ആ അപ്പുറത്തെ പെരീക്കായി പോയതാണ്. 4 പൂളുണ്ടായിരുന്നു ഇവിടെ, അത് കൊണ്ടേ കൊടുക്കട്ടെ അറിഞ്ഞാണ് പോയിരുന്നു. ഇജ്ജ് വരികയാണെങ്കിൽ ഇപ്പൊ അത് കൊടുക്കണ്ടേന്നില്ല, എനിക്ക് കൊണ്ടുപോവായിരുന്നു. പൂള വേണ്ടടാ, അവിടെ ഉണ്ട്. അളിയാക്ക ആയോടുന്നോ 4 കിലോ 100 അറിഞ്ഞിക്കാണ്ട് വിളിച്ചറിഞ്ഞപ്പോ അവിടുന്ന് വേങ്ങിന്നു. അത് ഞാൻ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല, അവിടെ ഇരിക്കണ്ടത്. പിന്നെ ഞാൻ കണ്ടിട്ട് കൊറേ കാലായിക്കുന്നു. ഓളും ഇങ്ങോട്ട് വരവൂലേ, ഇച്ചൊന്നാണ്ട് പോവാനും കൂടിയിട്ടില്ല. പെണ്ണിന്റെ കാര്യമൊന്നും പറയണ്ട, ഓള് പെരുന്നാക്കും കൂടി വന്നിട്ടില്ല. പെരുന്നാക്ക് ഞങ്ങൾ ആണ്ട് പോവേ. ഓളെ അമ്മായിമ്മയും അമ്മോസനും സുഖമില്ലാതെ കടക്കല്ലേ. അപ്പൊ ഓക്ക് 2-3 നാത്തൂമാരില്ലേ, ഓലും വന്നിക്കൊന്നുമില്ലേ? ഇവിടെ എന്നെ മുഴുവൻ നോക്കണോ? നാത്തൂമാരെ കഥയൊന്നും പറയണ്ട, ഓല് വരും എല്ലാരും കൂടിയാണ്ട്. എന്നിട്ട് ഈ പെണ്ണിന് പണി ഉണ്ടാക്കാൻ വേണ്ടി പാത്രം മോറാനും ഓള് വെച്ചുണ്ടാക്കി കൊടുക്കാനും, അല്ലാതെ ഉമ്മാനിപ്പാനി നോക്കാനല്ല ഓല് വരുന്നത്. തിന്ന് കുടിച്ചിക്കാണ്ട് ഓലാണ് പോവും. ഓളങ്ങോട്ട് കെട്ടിച്ചിട്ട് 10-35 കൊല്ലായില്ലേ. അന്നേ ഓൻ ഗൾഫുകാരനാണ്. ഓൻ ഇഞ്ഞും ഗൾഫിൽ നിർത്തി നാട്ടിൽ കൂടാനായിട്ടില്ല. ഓളെ മോപ്പ പോയില്ലേ, നീ ഓ നോക്കൂല പേരാ. ഇവനിങ്ങോട്ട് ഒഴിവാക്കിട്ട് പോന്നൂടെ? എന്നാ ഇമ്മാനിപ്പാനി നോക്കാൻ ഒരാളായില്ലേ. ഓളെ കൊണ്ട് എത്ര വെച്ചിട്ടാ ഇത് മുന്നോട്ട് തള്ളി കൊണ്ടുപോകാൻ പറ്റുമോ? എടാ അവൻ പോരാൻ തന്നെ വിചാരിച്ച് നിൽക്കുന്നത്. അപ്പൊ കുറച്ച് കടം കൂടി ഉണ്ട് വീടാന്. പെരപ്പണിക്ക് ആരെത്തുന്ന വേങ്ങിയതാണ്, അത് വീടിയിട്ട് ഇങ്ങോട്ട് പോരാച്ചിട്ട് നിൽക്കാണ്. അതൊക്കെ ഇനി ഓളെ ചെക്കൻ പണിയെടുത്ത് വീട്ടിൽ കൂടെ. ഓന് വേറെ ചെലവൊന്നുമില്ലല്ലോ, പെരക്കഞ്ഞി ഓൻ ഒറ്റക്കുള്ള തന്നെയല്ലേ. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഓളോട് പറഞ്ഞത് തന്നെയാണ്. ഓലിപ്പോ നമ്മള് പറഞ്ഞൊന്നും കേൾക്കൂലല്ലോ. അതുകൊണ്ട് ഇപ്പൊ എന്റെ കുട്ടി അടങ്ങാറായി, അല്ലാതെ ഇതൊക്കെയാണ് ഒരു മോളിലോട്ട് കെട്ടിച്ചാലുള്ള അവസ്ഥ. ഒരു ഇളച്ചിയ മൂത്തച്ചൊക്കെ വന്ന് കണ്ടെങ്കിൽ ഓക്കി ഗതികേടൊന്നും ഇല്ലല്ലോ. അന്നേ ഞാൻ പറഞ്ഞു ഒരു കുട്ടിയിലോട്ട് കെട്ടിച്ചണ്ടാന്ന്. അന്ന് ഇജ്ജു അളിയാങ്കിൽ അത് കേട്ടില്ല. ഓല് വലിയ തറവാട്ടുകാരാണ്, നല്ല മുതലുണ്ട് എന്ന് കാണാൻ കെട്ടിച്ചു. ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്താ പറ്റി മനസ്സിലാക്കിയിട്ടുള്ളത്? അന്റെ ഇപ്പൊ നടക്കണ ആ കുതിരാളുണ്ടല്ലോ, ചെറ്റാള്, ഓലെ കുറിച്ച് മുയിമ അറിയോ? ഓലെ ഇല്ലാത്ത പണിയില്ല. കള്ള്, കഞ്ചാവും എന്തൊക്കെയാ എന്റെ പേരൊന്നും എനിക്കറിയില്ല. ഇതൊക്കെ ഓലെടുത്തുണ്ട്. ഓലപ്പോ ആ കൂട്ടുകെട്ട് വേണ്ടെന്ന് എന്നോട് 1000 വട്ടം പറഞ്ഞാണ്. പോക്ക് മുടങ്ങുന്നുണ്ട്. അതൊക്കെ പോട്ടെ, എനിക്കൊരു കുട്ടിനെ കെട്ടിച്ചാളല്ലേ, അത് മനസ്സിലാക്കണ്ടല്ലേ. അത് മാത്രമല്ല, പോലെ നായ്ക്കളെ അമ്മറാജിനെയും പോയി തച്ചക്കണു. അയാളെ 3 ഭാര്യയിലും കേടുണ്ട്. ഒരു അറ്റാക്ക് കഴിഞ്ഞ മനുഷ്യനാണ്. ഇജും പോയി നീലയില്. ഇയാളപ്പൊ ഞാൻ ഒന്നിക്കും ഉണ്ടായിട്ടില്ല കേട്ടോ. ഞാനും ഓലെ ലോഡ് വണ്ടിയുമ്പോ ഡ്രൈവറായിട്ട് പോവും. അത് പാലക്കാട്, കോയമ്പത്തൂർ, ഈ ഭാഗത്തേക്കും ഒക്കെ പോണുള്ളൂ. അല്ലാതെ ഞാൻ ഓല മാറി ഒരു കച്ചറയ്ക്കും ഞാൻ പോക്കില്ല. അനക്ക് ഡ്രൈവർ പണി ഓന്റെ അടുത്ത് മാത്രമേ ഉള്ളൂ. ഓല കൊണ്ടറിനിൽ എന്തൊക്കെയാണ് കൊണ്ടുവരുന്ന എനക്കറിയോ? എവിടുന്നെങ്കിലും എന്തെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ അന്റെയും കൂടി പേരാ ഓല് പറയാ. കാരണം ഇജ്ജ് ഓല ഡ്രൈവറാണ്. ഞാനപ്പൊ അങ്ങനത്തെ ദീക്കൊന്നും പോകൂല. ഞാനിപ്പോ വേറെ പണിയില്ലായിട്ടാണ് ഇപ്പൊ ഓലപ്പോ ഈ ഡ്രൈവർ പണിയായിട്ട് ഇങ്ങനെ കൂടിക്കേണ്ടത്. ഞാൻ പേപ്പർ റെഡിയായ ഞാൻ പെട്ടെന്ന് പോകാനുള്ള പരിപാടിയാണ്. ഇവിടെ കൊണ്ടൊന്നും ഏതായാലും ശരിയാവൂല. നമ്മളെ മുട്ടിനെ കെട്ടിച്ചാന്ന് കഴിക്കണില്ല. അപ്പൊ അതിന്റെ ഒക്കെ കാര്യങ്ങളായിട്ട് ഞാൻ ഇപ്പൊ ഇവിടെ വെറുതെ അടക്കണ്ടല്ലോ വെച്ചിട്ടൊരു ഏർപ്പാടിന് പോവാണ്. നമ്മളെ കുടുംബത്തിന് ഇതുവരെ ഒരു ചീത്തപ്പേരുണ്ടായിട്ടില്ല. ഇജ്ജായിട്ട് ഉണ്ടാക്കരുത്. അന്റെ വാപ്പ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ 2 കണ്ടാക്കിനാണ് ഇടുക തന്നെ. അത് മനസ്സിലാക്കി കാണിച്ച് നോക്കിയും കണ്ടും നടന്നു. അതാണ് എനിക്ക് നല്ലത്. അപ്പൊ ഞാനായിട്ട് നമ്മളെ കുടുംബത്തിന് ചീത്തപ്പേര് എന്തായാലും ഉണ്ടാവില്ല. ഞാൻ ഇനിയിപ്പോ ഓല പണിക്ക് ഇനിയിപ്പോ ഏതായാലും പോവാൻ നിൽക്കണില്ല. ഞാനേ വേറെ എന്തെങ്കിലും ഒരു ഏർപ്പാട് നോക്കട്ടെ. ആ പേപ്പർ റെഡി ആവോളാം. അതാണ് എനിക്ക് നല്ലത്. ഇന്ന കള്ളപ്പന്നെ കണ്ടിട്ടുണ്ട്. കാലിന്റെ മുട്ടിയാ തച്ചു കുറിച്ചു. പടച്ചോനെ, ഈ എത്രങ്ങാനും നീരാണ് ഈ കാലിന്റെ മുട്ടില്. ഞാൻ ഇപ്പോഴാണുള്ളത് കാണുന്നത്. റബ്ബേ, നിങ്ങൾ ഈ കാലും വെച്ചല്ലേ നടക്കുന്നത് മനസ്സാ. ഇന്ന് നിങ്ങൾ അവിടേക്ക് പോകണ്ടട്ടോ. എടി ജമീൽ അതിനാത്രം പറഞ്ഞോക്കും. ഓളം മോൻ്റെ പേർക്ക് കുറ്റി അടിച്ചാണല്ലോ. അപ്പൊ ആലും കോലൊക്കെ ഒന്ന് ആണ്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാനും ഞാൻ പോരുമ്പത്തേക്ക് ചീനി എത്തെങ്കിലും തരും.
ഓൾ അങ്ങനത്തെ ഒരു മനസ്സത്തിയാണ്. ഓൾ പറയുമ്പോൾ പോകാതിരിക്കാൻ വയ്ക്കും. അതിനകത്ത് നീരൊന്നുമില്ല. ഇത്ര പറഞ്ഞാലും നിങ്ങൾ കേൾക്കൂലല്ലോ. 2 ദിവസം ഇവിടെ ഒന്ന് അടങ്ങി നിന്ന് നോക്കി. നമ്മൾ 2 ആളല്ലേ ഉള്ളൂ. ഞാൻ പോയാലും മതിയല്ലോ പണിക്ക്. ഞാൻ തൊഴിലുറപ്പിന് പോയിക്കോളുമല്ലോ. എടീജ് പണിക്ക് പോകേണ്ടത് ഇത് തീരെ തീർപ്പില്ല. ആൾക്കാരൊക്കെ ഇങ്ങനെ പറയും ഇതൊരാണായിട്ടൊക്കെ നടന്നു. അതൊക്കെ ഞാൻ ഇതിൽ ബന്ധിക്ക് വിടലാണ്. ഇത് പണിക്ക് പോകണ്ടടി. ഞാൻ ബേക്കണമായി പോയിട്ടുണ്ട്. ആൾക്കാർ പറയുന്നതൊന്നും നിങ്ങൾ കാര്യാക്കണ്ടെന്ന്. ഞാൻ കക്കാനൊന്നുമല്ലല്ലോ പോണത്, പണിക്കല്ലേ. നിങ്ങൾക്ക് വെച്ചെങ്കിലും ഞാൻ പണിക്ക് പോകണ്ടേ? അല്ലാതെ ഞമ്മക്ക് നയിച്ചുകൊണ്ടുവരാൻ വേറെ ആരും ഇല്ലല്ലോ. ഇത് വിഷമിച്ചൊന്നും വേണ്ടടി. പറിച്ചോ ഞമ്മക്ക് കണക്കാക്കിയത്. അത് എപ്പോഴായാലും അങ്ങനെ തന്നെ വരുള്ളൂ. ജമീലാക്കേ വേറൊരു മനുഷ്യനെ പറ്റൂല. ആണുങ്ങൾ തീരും പറ്റൂല. ഞാൻ അതൊക്കെ അതിൻ്റെ ബൗസോണ് ചെയ്തു കൊടുക്കും. ഒക്കെ വലിയ തീർപ്പ് ആ കാര്യത്തിൽ എന്നോട്. എന്നാ പിന്നെ നിങ്ങൾ പോകുകയാണെങ്കിൽ പോയിക്കോളി. ഞങ്ങൾക്ക് പോകണം തോന്നുന്നുണ്ടെങ്കിൽ ഒരാൾക്കുള്ള ഒരു ഉപകാരം ചെയ്യല്ലേ. ഞാൻ തുണി കുപ്പായൊക്കെ ഒന്ന് മാറ്റിക്കളി. അതിലൊക്കെ തൈലയക്കണു. പിന്നെ ഇനി അവിടെ ഇവിടെ മുട്ടി തിരിഞ്ഞ് നിൽക്കും ചെയ്യണ്ടോ. വേങ്ങോട്ട് വന്നോണ്ടി. ആ പോലെ എന്നാ ഇമ്മറാജിനെ 4 കൂടി കൊടുക്കേണ്ടിന്നു. ഇജപ്പോത്തിന് പുടിച്ചാപ്പുണ്ടായത്. ഇജാ പറഞ്ഞ മാതിരിയല്ല. അയാൾക്ക് 2 കൊല്ലമായിട്ട് ബൈപ്പാസ് കഴിഞ്ഞിട്ട് അയാൾ ജീവൻ പോയിട്ട് നമ്മൾ സമാധാനം പറയണ്ടേ? എന്ത് പറ്റാനാ ആണ്ട് ജീവൻ പോകുന്നല്ലാതെ. ഇന്റെ കുട്ടിക്കാലത്ത് അയാളെ പേരേന്നേ ഒരു മൂച്ചിമന്ന് മാങ്ങത്തിട്ട് അയാള് തച്ച പാട് ഇപ്പോഴും ഉണ്ട്. നോക്കച്ച് ഇതൊക്കെ അയാളും. ആഹാ നല്ല വെട്ടുണ്ടല്ലോ. ഇത്ര വലിയ ചാലോ. പോയടാ നായികളെ. നിങ്ങളൊരു കാര്യം പറയുമ്പോ നിങ്ങൾക്ക് തമാശയാണ്. എടാ നമ്മളെ മയമാക്കത് വരണിട്ടാ. ഒരു പൊതിയുണ്ട് കഴിക്ക. നമ്മളേ അയാൾ ആണാ പെണ്ണാന്നൊന്നും നോക്കല്ലേ. ഇക്ക സംശയം ഉണ്ടടാ. അയാൾ ആണെന്നേക്കാരം. അയാൾ ആണെന്നാവൂല. ഇത്ര കാലമായിട്ട് കുട്ടികളുണ്ടായിട്ടില്ലല്ലോ. പെണ്ണെന്നേക്കാരം അയാളെ. നിങ്ങൾ 2 ആളും പറയുമ്പോലല്ലേ അത്. എനിക്ക് സംശയം എന്താ വെച്ച് കഴിഞ്ഞാല് അയാൾക്ക് 2 ഉണ്ടോ എന്നുള്ളതാ. ഇന്ന് നമുക്ക് നോക്കി ഉറപ്പുവരുത്താലോ. ആ എമാക്ക എന്ത് പോക്കാ എമാക്ക. ഇവിടെ വരിയുന്നേ കുറച്ചേരം ഇരുന്നിട്ട് പോവാ. എത്താ പൊതിയില്. ഞാൻ ആ ജമീലാന്റോടെ ഒരു കുത്തിയിറക്കലുണ്ടായിരുന്നു. അവിടുന്ന് പേര് സുഖല്ല. കാലിന്റെ മുട്ടിനെ ചെറിയ നീക്കണ്ട്. ഇവിടെ കൊണ്ടാണ് ഞാൻ ഞാൻ ശരിയാവൂലടാ അത്. അത് തിന്നാളാടാ. നിങ്ങൾക്ക് ഞാൻ തരാടാ. ഞാൻ തരാം. മിച്ചറാ അത് കുട്ടിയാക്കേ. അതേ എല്ലായിടത്തോളി കുറയിച്ച. ഞങ്ങൾ 2 ആളല്ലേ തിന്നാനുള്ളൂ അവിടെ. ഉണ്ണിയപ്പുണ്ട്, മിച്ചറുണ്ട്, ഒക്കെ ഉണ്ട്. എല്ലാവർക്കും കൊടുത്താൽ മതി. ഒന്നും നിങ്ങളും തിന്നോളി. എനിക്ക് മാണ്ടണം. ഞാൻ അവിടെ കൂടെ ഞാൻ ഓളും കൊണ്ട് തിന്നോണ്ട്. അല്ല കുറച്ച് മതി. ആണ്ട് മുട്ടൊന്നും ഓള് വിഞ്ഞോളെ. വിഞ്ഞല്ലേ പെണ്ണുങ്ങൾ വിഞ്ഞരും. അതെ പെണ്ണുങ്ങളെ ഇയാളാണെന്നടാ. അമ്മക്ക അകത്ത് അണിങ്ങണില്ലല്ലോ. ഏൽപ്പിച്ച അമ്മക്ക അമ്മക്ക ഒച്ച ഉണ്ടാക്കണ്ട. എന്ത് പിടുത്താ പിടിച്ച് ഇത് ജീവൻ വയ്ക്കുന്നു തോന്നുന്നു കേട്ടോ. ഇത് കഴിഞ്ഞേക്കണു കേട്ടോ. വേഗം ഇവിടുന്ന് സ്ഥലം വിട്ടോളി. അതപ്പോ നന്നായ. പൊന്നാര മക്കളെ, ഒരു മനുഷ്യന് എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ ഓനിട്ടുകാണ്ട് കൊട്ടാട്ടുന്നൊരു പരിപാടി നമ്മളെ ഈ ചെറുപ്പക്കാരടിയിലൊക്കെ ഉണ്ട്. നിങ്ങളത് ചെജ്ജതിട്ടോ. നമ്മൾ പണ്ടൊരു ചെല്ലുണ്ട്, കജിൻ്റെ മുട്ട് വരെ ഇല്ലാത്തവന് കുഞ്ഞേലില്ലാത്തവനെ കളിയാക്കാറുന്ന അവസ്ഥയാണ്. നമ്മൾ ഓരോരുത്തരെ കളിയാക്കുമ്പോൾ ഓൻ്റെ മനസ്സിന് വല്ലാതെ വേദന ഉണ്ടാവും. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. നമ്മൾ ഓനെ കളിയാക്കുമ്പോൾ നമ്മളെ പെരിയിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് വന്നില്ലെങ്കിലേ നമുക്ക് മക്കൾക്കേലും പഠിച്ചോട്ട് തന്നിക്കണമെങ്കിലേ നമ്മൾ വല്ലാതെ വിഷമിച്ചു. ഒരാൾ നിങ്ങൾ കളിയാക്കണ്ട. നിങ്ങൾ സന്തോഷത്തോടു കൂടി ഒരുമിച്ച് എല്ലാവരും കൂട്ടിപ്പിടിച്ച് ജീവിച്ചാൽ നോക്കി. അതാണ് ഈ ബിരാങ്കാക്കങ്ങളോട് പറയാനുള്ളൂ.